വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ ഗാജിത്ത്. ഇന്നത്തെ വീഡിയോ ഇവരമ്പലത്തിൽ ഉറിയടിയായിരുന്നു, എല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ അതിൽ ഡാൻസിനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വ്ലോഗാണ്, ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയാം. ഉറിയടിയുടെ തലേദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഓർണമെൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എല്ലാ 5 വീതം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കുവാണ്. അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധൃതിയിൽ ഞങ്ങളെല്ലാം നോക്കുവാണ്. ഡ്രസ്സ് മാത്രം എല്ലാവർക്കും കൊടുത്തു വിട്ടു. എന്തെങ്കിലും ഓൾട്ടറേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാ സാധനങ്ങളുമായിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ വെച്ചാണ് ഒരുക്കുന്നത്. എല്ലാ വർഷം ഉറിയടിക്ക് തലേദിവസം അമ്പലത്തിൽ പോവും. അത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉറിയടിക്കുള്ള എല്ലാ പിള്ളേരും അവിടെ കാണും, ഓരോന്ന് പൂജിക്കാനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. തുമ്പച്ചി രാത്രി ഇവിടെ ആയിരുന്നു കിടന്നത്. പിന്നെ പകുതി സംസാരമായിരുന്നു, ഉറങ്ങിയത് കുറച്ച് നേരം ഉള്ളായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റു, ഫ്രഷായി, മുടി ചീവി വെക്കുവാണ്. ചെടയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കെട്ടാൻ ബുദ്ധിമുട്ട് വരില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ രാവിലെ 3 മണിക്കാണ്. അപ്പോൾ ചേച്ചി 3 മണിയായപ്പോഴേ വന്നു. കഴിഞ്ഞ വർഷം ആയില ചേച്ചിയായിരുന്നു ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ചതും ഒരുക്കിയതും ഒക്കെ. അപ്പോൾ ഈ വട്ടം 2 ഡാൻസ് ആയില ചേച്ചി പഠിപ്പിച്ചു. പക്ഷെ ഒരുക്കാൻ വരാൻ പറ്റിയില്ലാണ്ട് പ്രതീക്ഷ ചേച്ചിയാണ് ഒരുക്കിയത്. ആയില ചേച്ചിയുടെ ഫ്രണ്ടാണ്. പിന്നെ പാൻസ് പോലത്തെ ആ സാധനം ഒന്ന് അയൺ ചെയ്യുവാണ്. പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അപ്പം നേരെ ഒന്ന് ഇരിക്കാൻ വേണ്ടി അതൊന്ന് അയൺ ചെയ്യുവാണ്. പകുതിയായപ്പോൾ ഞാൻ ഗൗരിയുടെ കൈ കൊടുത്തിട്ട് ഞാൻ നൈസായിട്ട് കൈ ഒഴിഞ്ഞു. കഴിഞ്ഞ വട്ടം ദക്ഷിണ കൊടുത്ത് ഫസ്റ്റ് മേക്കപ്പ് ചെയ്യുന്നത് തുമ്പച്ചേച്ചിയായിരുന്നു. ഈ വട്ടം അങ്ങനെ തന്നെയാണ്, തുമ്പച്ചേച്ചി തന്നെയാണ് ഇരുന്നത്. ചേച്ചി കുറച്ച് സ്ലോ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ടൈം എടുത്തു മേക്കപ്പ് ചെയ്യാൻ തന്നെ. ഇത് ആയില ചേച്ചിൻ്റെ അമ്മയാണ്. ആൻറ്റിയാണ് ഐബ്രോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തുമ്പച്ചേച്ചി മേക്കപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പൊന്നു ഇരുന്നു. പൊന്നിനെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്കും ഞങ്ങൾ വിളക്ക് കത്തിച്ചു. എൻ്റെ ചിലങ്ക എൻ്റെ മുമ്പ് വെച്ചു. രാവിലെ എന്തായാലും കുളിച്ചിട്ടാണല്ലോ, ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വിളക്ക് കത്തിച്ചേക്കാം. അങ്ങനെ ആൻറ്റി എൻ്റെ ഐബ്രോ ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ഐബ്രോ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഐബ്രോ അങ്ങനെ ഒത്തിരി വരയ്ക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ദേ കുഞ്ഞാറ്റിരുന്നിട്ടുണ്ട്. ഇനി ഗൗരിയും കൂടെ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി കേട്ടോ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഞങ്ങൾ പിന്നെ എളുപ്പം പോയി ഡ്രസ്സൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഡ്രസ്സ് സെറ്റ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ട പോലെ അല്ലായിരുന്നു, കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഡ്രസ്സിൽ നിന്ന്. അപ്പോൾ ഡ്രസ്സ് സെറ്റ് ചെയ്ത് തരുന്ന ചേച്ചിയായിരുന്നു. അതിനിടയ്ക്കൂടെ അമ്മ ഇഡലി സാമ്പാറും ഒക്കെ എല്ലാവർക്കും വാരി തരുന്നുണ്ടായിരുന്നു. അപ്പം മേക്കപ്പ് ചെയ്ത് ഗൗരി കണ്ടില്ലല്ലോ, ഗൗരി കണ്ടിരിക്കുന്നതായിരുന്നു ഇരുന്നത്. ഇങ്ങനെയായിരുന്നു ഡ്രസ്സ്. അതിൻ്റെ ബാക്കിലത്തെ ഒരു സാധനം കൂടെ ഫ്രണ്ടിൽ വരും, അപ്പോഴാണ് കറക്റ്റ് ആവത്തുള്ളൂ. ഇതാണ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അപ്പത്തൊട്ട് പറയുകയാണ്, എനിക്ക് എല്ലാവരും ഹെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ ആൻറ്റി ഇവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തുമ്പി ചേച്ചിക്ക്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാൻ പറഞ്ഞു. ടൈം പോകുന്നതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഓർണമെൻറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ കെട്ടുന്നതിന് മുമ്പ് ഇട്ടയാണ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര ധൃതിയായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും സമയമേ ഇല്ലായിരുന്നു. അതുപോലെ ടൈം അങ്ങ് പോയി. പിന്നെ എന്നെ ഏറ്റവും ലാസ്റ്റാണ് ഒരുക്കിയത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടുവേ ടൈമില്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു ഞാനിരുന്നത്. ഇങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാവരും ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ വെപ്രാളപ്പെട്ട് ഒരു വണ്ടി കയറിയിരുന്നു. ഈ വണ്ടി തൽക്കാലം ഇരിക്കാൻ പറഞ്ഞൊരു വണ്ടി വരുന്നത് വരെ. അതിനിടയ്ക്കൂടെ വിഷ്ണുവിനെ കണ്ടും വിഷ്ണു ടാറ്റയൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് സ്പോട്ട് ഞങ്ങൾ ഗണപതിയുടെ പാട്ടാണ് സാധാരണ കളിക്കുന്നത്. അപ്പം ഈ വട്ടം പാട്ടിട്ട് പാട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ സമയം അങ്ങ് പോയി. ലാസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ടിടാന്ന് പറഞ്ഞു. എന്നിട്ട് ആ പാട്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനായിപ്പോയി. അങ്ങനെ അടുത്ത സ്പോട്ടിൽ വന്നു. അടുത്ത സ്പോട്ട് തൊട്ട് ഞങ്ങൾ ഫോൺ കൊടുത്തു. അപ്പോൾ ഫോണ് കണക്ട് ചെയ്ത് സ്പീക്കറിൽ പാട്ടിടാം എന്നവർ പറഞ്ഞു. അതായത് ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടു. ഞങ്ങൾ കൃഷ്ണനെ കാണിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുപോലെ ഈ വട്ടം അങ്ങ് ധൃതിയായിപ്പോയി. രാവിലെ ഉറി അടിക്കുന്ന കൃഷ്ണന്മാരെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്ന അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞ് അവർക്ക് ഉറി അടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2ാമത്തെ സ്പോട്ടിൽ അത്യാവശ്യം നല്ലപോലെ ഞങ്ങൾ കളിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു.
അപ്പം ഇഷ്ടം പോലെ സാധനങ്ങൾ വരും. പിന്നെ 2-3 കെട്ട് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ പക്ഷേ ഉണ്ടല്ലോ, വീഡിയോ കാണാൻ നല്ല രസമുണ്ട്. യശോദ പിണങ്ങിയിരിക്കുന്ന യശോദ. എനിക്കും സ്പീഡാ, സ്പീഡിൽ കളിച്ചു അല്ലേ? ഞാൻ രാവിലെ തൊട്ട് നിങ്ങൾക്ക് ആ പാട്ട് എന്ത് ചെയ്ത പാട്ട് നന്ദഗോപാല ഹരേ ഭജരേ നന്ദഗോപാല ഹരേ ഭജരേ നന്ദഗോപാല ഹരേ ഭജരേ നന്ദഗോപാല ഹരേ.
तेरे बिना कृष्णा तो लगे राधे 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 ओ राधे राधे राधे. ഉച്ച കഴിഞ്ഞ് അങ്ങനെ വീഡിയോ ഒക്കെ കുറച്ചേ എടുത്തുള്ളൂ. കാരണം ഉച്ചയായപ്പോഴത്തേക്ക് കാലെല്ലാം പൊള്ളി ഭയങ്കര പ്രശ്നമായിരുന്നു. ഒട്ടും ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ കയറി. ഞങ്ങൾ ഈ വട്ടം ഭയങ്കര സ്പീഡിലായിരുന്നു പോയത്. എന്നിട്ട് ഞങ്ങൾ ഇതേ തിരിച്ചു വരുന്ന വഴി ഒരു ഉറിയടിയൊക്കെ കണ്ടു. രാവിലെ പോകുന്നതാണ് കറണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കറണ്ട് ഇല്ലായിരുന്നു, ഇൻവേർട്ടറൊക്കെ പോയി. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ പോയി അവിടെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരിട്ട് അവിടെ കിടന്നു. അയ്യോ ക്ഷീണം കൊണ്ട് വയ്യായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.